സംസ്ഥാനത്തെ കെഎസ്ഇബി ഉപയോക്താക്കളില് നിന്ന് സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് 6.75% നിരക്കില് പലിശ ലഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. എല്ലാ ഉപയോക്താക്കളുടെയും മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ബില്ലില് കുറവ് ചെയ്താണ് പലിശത്തുക നൽകുകയെന്ന് മന്ത്രി സോഷ്യല് മീഡിയയില് പങ്കുവച്ച കുറിപ്പില് വ്യക്തമാക്കി. 600 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയെങ്കില് പലിശയായി 41 രൂപ കിട്ടും. ഈ കണക്കാക്കുന്ന തുക ജൂൺ, ജൂലൈ മാസത്തിലെ വൈദ്യുതി ബില്ലില് അഡ്ജസ്റ്റ്മെന്റായി കാണിച്ചു കുറക്കും. ബാക്കി തുകയെ അടയ്ക്കാനുള്ള തുകയായി ബില്ലില് കാണിക്കുകയുള്ളൂ, മന്ത്രി പോസ്റ്റില് വ്യക്തമാക്കി. മന്ത്രി സോഷ്യല് മീഡിയയില് പങ്കുവച്ച പോസ്റ്റ് സന്തോഷവാർത്ത. കെഎസ്ഇബി ഉപഭോക്താക്കളില് നിന്ന് സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് 6.75% നിരക്കില് പലിശ ലഭിക്കും. ഇത് കെഎസ്ഇബിയുടെ എല്ലാ ഉപഭോക്താക്കൾക്കും മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ബില്ലില് കുറവ് ചെയ്ത് നൽകും. ക്യാഷ് ഡെപ്പോസിറ്റ്: നാം വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ കണക്റ്റഡ് ലോഡ് അനുസരിച്ചും താരിഫ് കാറ്റഗറി അനുസരിച്ചും ക്യാഷ് ഡെപ്പോസിറ്റ് അടക്കാറുണ്ട്. ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡിലെ ചട്ടം 67(6)ല് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ തുക ദ്വൈമാസ ബില്ല് നൽകപ്പെടുന്ന ഉപഭോക്താവിന് ശരാശരി പ്രതിമാസ ബില്ലിന്റെ 3 ഇരട്ടിയാണ്. മാസ ബിൽ ആണെങ്കില് 2 ഇരട്ടി. ഈ തുകയ്ക്ക് കെഎസ്ഇബിയില് ഓരോ സാമ്പത്തിക വർഷവും ആ വർഷം ഏപ്രിൽ 1-ാം തീയതി നിലനിന്ന ബാങ്ക് പലിശ നിരക്കില് നൽകുന്നുണ്ട്. ഇത് മെയ് മാസമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. 2023 മുതൽ 24 വരെയില് 6.75% പലിശ നിരക്ക്. ഉദാഹരണം, 600 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയെങ്കില് പലിശയായി 41 രൂപ കിട്ടും. ഈ കണക്കാക്കുന്ന തുക ജൂൺ, ജൂലൈ മാസത്തിലെ വൈദ്യുതി ബില്ലില് അഡ്ജസ്റ്റ്മെന്റായി കാണിച്ചു കുറക്കും. ബാക്കി തുകയെ അടയ്ക്കാനുള്ള തുകയായി ബില്ലില് കാണിക്കുകയുള്ളൂ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തില് അഡീഷണല് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ടെങ്കില് എത്ര ദിവസം ആ ഡെപ്പോസിറ്റ് കെഎസ്ഇബിയുടെ അക്കൗണ്ടില് ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കി ആനുപാതികമായ പലിശ ലഭിക്കുന്നതാണ്.